സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് നേട്ടം കരസ്ഥമാക്കി നെയ്യാറ്റിൻകര രൂപതയ്ക്ക് അഭിമാനമായി ശ്രീജ ജെ.എസ്. അമ്മാനിമല ക്രിസ്തുരാജ ഇടവകാംഗമായ ശ്രീജ തന്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ സിവിൽ സർവീസ് എത്തിപ്പിടിക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. തന്റെ മുറിയിൽ സ്വപ്നങ്ങളുടെ കുറിപ്പുകൾ എഴുതിയ ശ്രീജ തന്റെ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ച അച്ഛൻ വിജയനെയും ഷീജയെയും ചേർത്ത് പിടിക്കുകയാണ്. ആദ്യം കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ കരഞ്ഞു, വിളിച്ചു. അപ്പൊ എന്റെ അച്ഛനമ്മേനെ ചേർത്ത് പിടിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഴുമായിരുന്നു. അപ്പം ശരിക്കും ഞാൻ ഞെട്ടി. എന്റെ ടീച്ചേഴ്സും പാരന്റ്സ് ഒക്കെ പറയുമായിരുന്നു എനിക്ക് എന്തെങ്കിലും റാങ്ക് കിട്ടുമെന്ന്. പക്ഷെ 57 കിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഈവൻ ദോ 15 വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അതെനിക്കൊരു ആങ്കർ ആയിരുന്നു ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 57 കിട്ടി. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്റർവ്യൂ എല്ലാം ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര കോൺവെർസേഷണൽ എൻഗേജിങ് ബോർഡായിരുന്നു. അതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ എന്നും ചെറിഷ് ചെയ്യും ആ ഒരു ഹാഫ് ആൻ അവർ. എനിക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ് കയറണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അത് നടക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോ രാജ്യത്തിനും രാജ്യത്തിലെ ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സേവനം ചെയ്യുക, എന്റെ രാജ്യത്തിനെ പ്രൗഡ് ആക്കുക എന്റെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസ്. ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. സർവീസിനെ കുറിച്ചൊക്കെ എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ അതെല്ലാം വെയിറ്റിംഗ് ഫോർ ഓൾ ദി എക്സൈറ്റിംഗ് മൊമെന്റ്സ് ദാറ്റ് വിൽ കം അഹെഡ്. അപ്പം ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. വിശ്വാസത്തിലുറപ്പിച്ച ജീവിതമായിരുന്നു ശ്രീജയുടേതെന്ന് ഇടവക വികാരി ഫാദർ ഷാജ് കുമാർ കാത്തലിക് ഓക്സിനോട് പറഞ്ഞു. ഏതൊരു ഇടവക വികാരിയെ പോലെയും ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ ഇടവകയിൽ ജനിച്ചു വളർന്ന് ഇടവകയുടെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് പങ്കെടുത്ത് മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ക്രിസ്തീയ ജീവിതം അതിന്റെ ഏറ്റവും നല്ല ഭാവത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെയാണ് അവരുടെ പാരന്റ്സും. അവർ രണ്ടുപേരും അവരുടെ സാമ്പത്തികമായിട്ടുള്ള പിന്നാക്ക അവസ്ഥയിലും ഈ കുട്ടിയെയും അനിയനെയും അതുപോലെ തന്നെയാണ് പഠിപ്പിക്കുവാനും വിശ്വാസത്തിൽ വളർത്തുവാനും ഈശോയുടെ മാതാവിനോട് ചേർത്ത് നിർത്തുവാനും എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ റിസൾട്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ കുട്ടിയെ പഠിക്കുമ്പോഴും പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴും മറ്റെല്ലാ സാഹചര്യങ്ങളിലും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഉണ്ട്. മാതാപിതാക്കൾ രണ്ടുപേരും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്. ഞങ്ങളോടും എപ്പോഴും അവർ ആവശ്യപ്പെടുന്നതും പ്രാർത്ഥന തന്നെയായിരുന്നു. മറ്റു തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായമൊന്നും നമുക്ക് അങ്ങനെ അധികം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അധികമല്ല, ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവര് ഈ പ്രാർത്ഥനയുടെ ബലത്തില് ദൈവത്തിന്റെ കൃപയില് ആശ്രയിച്ചുകൊണ്ട് ഈ വലിയ വിജയം വരിക്കുകയായിരുന്നു. അത് ഇവിടെയുള്ള കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക്, നമ്മുടെ രൂപതയ്ക്ക്, നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയ്ക്ക് മുഴുവനും ഒരു വലിയ മാതൃക തന്നെയാണ്. +2 പൂർത്തിയാക്കിയ പട്ടം സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വലിയ വീട്ടിലും ശ്രീജയെ ആദരിക്കാനെത്തി. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും ഇതുപോലുള്ള മികവുള്ള കുട്ടികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വർഷവും നമുക്ക് സിവിൽ സർവീസിൽ കിട്ടിയ കുട്ടികളുണ്ട്. ഈ വർഷം വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷം. പ്രത്യേകിച്ച് സിവിൽ സർവീസ് റാങ്കിങ്ങിൽ 57ാമത്തെ റാങ്കായിട്ട് ഒരു കുട്ടി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ്. നമ്മുടെ സ്കൂളിൽ 11-12 ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി ബാച്ചിൽ പഠിച്ച് വളരെ മിടുക്കിയായിട്ട് അന്ന് 12ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്ക് മുഴുവൻ മാർക്ക് കരസ്ഥമാക്കി 1200 മാർക്ക് മേടിച്ചുകൊണ്ടാണ് ആ മകള് ശ്രീജ നമ്മുടെ സ്കൂളിൽ നിന്നും പാസ് ഔട്ടായത്. അപ്പോൾ അത്ര അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രതീക്ഷയുള്ള ഒരു കുട്ടി കൂടിയായിരുന്നു, വിദ്യാർത്ഥിനിയായിരുന്നു. അതിപ്പോൾ അവളെ എടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ഇത് മറ്റുള്ള കുട്ടികൾക്കും നമ്മുടെ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കൂലിപ്പണിക്കാരനായ അച്ഛൻ വിജയന്റെയും അമ്മ ഷീജകുമാരിയുടെയും സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണ് ശ്രീജയുടെ ഈ വിജയം. നെല്ലിമൂട് ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടം സെന്റ് മേരീസ് തുടങ്ങി വിദ്യാഭ്യാസം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെത്തുമ്പോൾ സിവിൽ സർവീസ് എന്ന മോഹം തുടങ്ങുന്നു. പിന്നെ കടുത്ത പരിശ്രമം. ഫോർച്യൂൺ അക്കാഡമിയിൽ ചേർന്നതോടെ ശ്രീജ തന്റെ ജീവിതത്തിൽ സിവിൽ സർവീസ് മോഹം അരക്കിട്ടുറപ്പിക്കുന്നു. സ്വപ്നങ്ങൾ ചുവരിൽ എഴുതിക്കൂട്ടിയ ശ്രീജ വിജയത്തിലും തന്റെ പരിമിതമായ സാഹചര്യം പറയാനും ഓർക്കാനും മടിക്കുന്നില്ല. ആകെ കുളമായി കിടക്കുന്ന തന്റെ മുറി അച്ഛനൊപ്പം ഓണത്തിന് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കിയാണ് പഠനത്തിന് നല്ല അന്തരീക്ഷം ഒരുക്കിയത്. വോക്സ് ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.